ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 മണിക്കൂർ എടുത്ത് പോളണ്ടിൽ നിന്ന് ട്രെയിനിൽ കയറി യാത്ര ചെയ്ത് സെലൻസ്കിയെ പോയി കണ്ടു, പരസ്പരം ആശ്ലേഷിച്ചു. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അപ്പോൾ നമ്മൾ കരുതിയത് റഷ്യയും ഈ ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാകും, മോദി ഒരു മീഡിയേറ്റർ ആകും എന്നൊക്കെയാണ്. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത 100ഓളം ഡ്രോണുകളും റോക്കറ്റുകളുമായിട്ട് റഷ്യ ഉക്രൈനിൽ കനത്ത ആക്രമണം നടത്തിയെന്നാണ്. അപ്പോൾ ഉക്രൈന് വലിയ തിരിച്ചടിയാണ് റഷ്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ആരും അങ്ങനെ വിചാരിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചിട്ടില്ല മോദി പോയതുകൊണ്ട് ഉക്രൈൻ യുദ്ധം അവസാനിക്കും എന്നൊന്നും. അതൊക്കെ വളരെ കടന്ന കൈയാണ്. മോദി സന്ദർശിച്ചപ്പോൾ സെലൻസ്കി പുറത്ത് പറഞ്ഞത്, അവർ അടച്ചിട്ട മുറിക്കുള്ളിൽ അവരെന്ത് ചർച്ച ചെയ്തു നമുക്കറിയില്ല. സെലൻസ്കി പുറത്ത് പറഞ്ഞത്, യു ഷോ പുട്ടിൻ ഹിസ് പ്ലേസ്, അവനെ നിലയ്ക്ക് നിർത്ത്, നിങ്ങൾ വലിയൊരു രാജ്യമാണ്, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, പുട്ടിൻ ആണ് ഈ യുദ്ധത്തിൻ്റെ കാരണം മുഴുവൻ, അതുകൊണ്ട് അവനെ നിലയ്ക്ക് നിർത്ത് എന്നാണ് മോദിയോട് പരസ്യമായിട്ട് ആവശ്യപ്പെട്ടത്. അതൊരു സമാധാന ചർച്ചയൊന്നും അല്ലല്ലോ. റഷ്യ കീഴടങ്ങണം, ഏകപക്ഷീയമായിട്ട് റഷ്യ പിന്മാറണം, ഇതാണ് സെലൻസ്കിയുടെ ആവശ്യം. അതിൽ നിന്ന് അങ്ങേര് തരിമ്പും പിന്മാറിയിട്ടില്ല, പുട്ടിനും മാറിയിട്ടില്ല. മോദി ഡിപ്ലോമാറ്റിക്കായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പക്ഷം പിടിച്ചിരുന്നു, പക്ഷേ അത് സമാധാനത്തിൻ്റെ പക്ഷമാണ്, ഇപ്പോഴും ഞങ്ങൾ ആ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന് മോദി. ഇതിനെന്തർത്ഥം വേണമെങ്കിലും കൊടുക്കാം. പിന്നെ നമ്മളുടെ യൂഷ്വൽ റെട്ടറിക്, മഹാത്മാഗാന്ധി, ശ്രീബുദ്ധൻ ഒക്കെ, ഞാനതാ പറഞ്ഞ് പണ്ടൊരു അമേരിക്കൻ പ്രസിഡൻറ്റ് പറഞ്ഞിരുന്നു, മഹാത്മാഗാന്ധിയോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്, മാർട്ടിൻ ലൂതർ കിങ്ങിനോടും എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷേ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സുപ്രീം കമാൻഡറാണ്, എനിക്ക് എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചേ പറ്റുള്ളൂ. അമേരിക്കൻ ജനത കിടന്നുറങ്ങുന്നത് ഞാൻ പ്രസിഡൻ്റായിട്ട് കസേരയിൽ ഇരിക്കുന്നതുകൊണ്ടാണ്, അവരെ എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ. അപ്പോൾ അവിടെ മഹാത്മാഗാന്ധി, ശ്രീബുദ്ധൻ, മാർട്ടിൻ ലൂതർ കിങ് ഇവർക്കൊന്നും സ്ഥാനമില്ല ഡിപ്ലോമസിയിൽ. അപ്പോൾ ഇതൊക്കെ മോദിക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ആ വലിയ പ്രിൻസിപ്പിൾസൊക്കെ പറഞ്ഞിട്ട് മോദി അവിടെ നിന്ന് അയാളെയും കെട്ടിപ്പിടിച്ചു, ഇയാളെയും കെട്ടിപ്പിടിച്ചു, എൻ്റെ പൊന്നു ചേട്ടന്മാരെ നിങ്ങൾക്ക് തീർക്കാമെങ്കിൽ തീർക്ക്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകാമെന്ന് പറഞ്ഞ് മോദി മാറി. പിന്നെ ഈ മോദി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ സമാധാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചവർ ആരും തന്നെയില്ല. വാസ്തവത്തിൽ ആരും തന്നെയില്ല. അങ്ങനെ ചെയ്യില്ല റഷ്യയും യുക്രൈൻ. എന്തിനു ചെയ്യണം? റഷ്യ വലിയൊരു വൻ ശക്തിയാണ്, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ മെമ്പറാണ്, ഒരുപാട് ആയുധങ്ങൾ കയ്യിലുള്ളവരാണ്, എണ്ണ കയ്യിലുള്ളവരാണ്, ചൈനയുടെ സപ്പോർട്ടുള്ളവരാണ്. ഇപ്പുറത്ത് യുക്രൈൻ നാറ്റോയിൽ മെമ്പർഷിപ്പ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫലത്തിൽ നാറ്റോക്കാർ മുഴുവൻ സെലൻസ്കിയുടെ കൂടെയാണ്, യുക്രൈൻ്റെ കൂടെയാണ്. യൂറോപ്പും അമേരിക്കയും മൊത്തം യുക്രൈനെ പിന്താങ്ങും. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഈ യുദ്ധം ഇല്ലാതെയാക്കാൻ ആര് തയ്യാറാവും? കാരണം രണ്ടു പേർക്കും ശക്തിക്ക് കുറവൊന്നുമില്ല. അപ്പോൾ പിന്നെ അവർ യുദ്ധം നിർത്തില്ല, യുദ്ധം തുറന്ന് തന്നെ ഇരിക്കും. ഇപ്പോൾ ഫ്ലോട്ട് ചെയ്ത് കേൾക്കുന്ന ഒരു വാർത്ത, അതും ഒരു റൂമറാണ്, 2025 ജാനുവരിയിൽ ഇതുപോലെ ഈ ടെൻഷൻസ് തുടരുകയാണെങ്കിൽ 2025 ജാനുവരിയിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ ഒരു ചർച്ച നടക്കും. അത് ഇന്ത്യയുടെ മധ്യസ്ഥതയിലായിരിക്കും. പക്ഷേ അത് ഇന്ത്യയിലായിരിക്കില്ല, വേറൊരു സ്ഥലത്തായിരിക്കും. മധ്യസ്ഥത വഹിക്കുന്നത് മോദിയായിരിക്കും, ബട്ട് ഇന്ത്യയിലായിരിക്കില്ല. ഈ നമ്മൾ വേറൊരു രാജ്യത്ത് വെച്ച് ഒരു മധ്യസ്ഥ ചർച്ച നടക്കുമ്പോൾ മോദി മാത്രമായിരിക്കില്ല, മറ്റുള്ളവരും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ ഓവർ സിംപ്ലിഫിക്കേഷൻ ഓഫ് തിങ്സ് നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ സമ്മതിച്ചു, അങ്ങനെയൊന്നും ഇൻ്റർനാഷണൽ അരേനയിൽ ആരും പെരുമാറുന്നില്ല. എല്ലാവർക്കും അവരുടെ താല്പര്യമുണ്ട്, കാൽക്കുലേഷൻസുണ്ട്. എന്തിനവർ യുദ്ധം നിർത്തണം? ഇതാണ് ചോദ്യം. അപ്പോൾ പുടിൻ പറയുന്നത് റൈറ്റ്ഫുള്ളി റഷ്യയ്ക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് ഞാൻ തിരിച്ചു പിടിക്കുന്നതല്ല, അത് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. റഷ്യയ്ക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് ഈ യുക്രൈൻ എന്ന് പറയുന്നത്. ഇവരൊക്കെ നിങ്ങളുടെ സോവിയറ്റ് യൂണിയൻ്റെ കലാപത്തിന് ശേഷം തെന്നിത്തെറിച്ചു പോയ രാജ്യങ്ങളാണല്ലോ ഇതെല്ലാം.
ഉക്രൈനാണെങ്കിലും മറ്റേ വേറെ കുറേ എണ്ണം ഉണ്ടല്ലോ, ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത സാധനം 10-23 കഷ്ണമായിട്ട് തെറിച്ചു പോയി. അതിലെ വലിയൊരു കഷ്ണമാണ് ഉക്രൈൻ. അപ്പോൾ ആ ഉക്രൈൻ റഷ്യയുടെ തന്നെ ഭാഗമാണ്. ഇതാണ് പുടിൻ്റെ ന്യായം. സെലൻസ്കി പറയുന്നു അങ്ങനെയൊന്നുമല്ല, ഒറിജിനൽ റഷ്യ ഞങ്ങളാണ്, ഇവനൊക്കെ വരത്തനാണ്. ബാക്കി സകലമാന ആൾക്കാരും റഷ്യയിൽ വരത്തന്മാരാണ്. ഒറിജിനൽ റഷ്യ എന്ന് പറയുന്നത് കീവ് തലസ്ഥാനമായിട്ടുള്ള യുക്രൈനാണ്. അതിനുശേഷം ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന USSR വന്നപ്പോൾ ബലം പ്രയോഗിച്ച് ഇവർ ലെനിൻഗ്രാഡ്, സ്റ്റാലിൻഗ്രാഡ് എന്നൊക്കെ പറഞ്ഞ് പുതിയ തലസ്ഥാനമൊക്കെ ഉണ്ടാക്കി എല്ലാം കൂടെ അലമ്പാക്കി. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പള്ളികൾ തകർത്ത് കളഞ്ഞു, ഒരുപാട് സാമദ്രോഹമൊക്കെ ചെയ്തു ലെനിൻ, സ്റ്റാലിനൊക്കെ. ഞങ്ങളത് വീണ്ടെടുത്തു, ഇതിപ്പോൾ ഞങ്ങളുടെ പ്രത്യേക രാജ്യമാണ്. ഇത് സെലൻസ്കിയും പറയുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു എല്ലാ യുദ്ധത്തിനും ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ആൾക്കാർ കൊടുക്കും. ഇപ്പോൾ പാലസ്തീൻകാർ ഇസ്രായേലിനെതിരെ പറയുന്ന ന്യായങ്ങൾ കേട്ടിട്ടില്ല. അവർക്ക് ഒരുപാട് ന്യായങ്ങളുണ്ട്, ഖുറാനിൽ പറഞ്ഞത്, ബൈബിളിൽ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാഗ്ദത്ത രാജ്യം ആർക്ക് വാഗ്ദാനം ചെയ്തു, ഞങ്ങൾക്കാണെന്ന് ജൂതന്മാർ, അല്ല ഞങ്ങൾക്കാണെന്ന് മുസ്ലിങ്ങൾ, ഇങ്ങനെ അത് തർക്കിച്ചുകൊണ്ടിരിക്കും. ഇതേ തർക്കം ഇവർ തമ്മിൽ നടക്കുന്നുണ്ട്, സെലൻസ്കിയും പുടിനും തമ്മിൽ. ആ തർക്കത്തിന് ഒരിക്കലും നിങ്ങൾ ചരിത്രം പറഞ്ഞ് ഒരു കാലത്ത് നിങ്ങൾക്കൊരു ഒരു പ്രത്യേക പോയിന്റിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം ചരിത്രം മനുഷ്യനുണ്ടായ കാലം മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ ആ കാലത്തേക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. എന്നാൽ നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഇയാൾ പറയുമ്പോൾ ഇയാൾ പറഞ്ഞ ന്യായമെന്ന് തോന്നും, അയാൾ പറയുമ്പോൾ അയാൾ പറയുന്നതാണ് ന്യായമെന്ന് തോന്നും. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ റൂമർ ശരിയാണെങ്കിൽ 2025 ജാനുവരിയിലായിരിക്കും അത് സംഭവിക്കുക. അതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ റഷ്യ ഇപ്പോൾ ആക്രമിച്ചു. ഇത് ഓരോ ഫേസാണ്, ആക്രമണത്തിൻ്റെ ഒരു ഫേസ്. ഇത് കഴിയുമ്പോൾ ഉക്രൈൻ ചിലപ്പോൾ തിരിച്ചടിക്കും. ഉക്രൈന് ആയുധം കൊടുക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ്, പ്ലസ് അമേരിക്ക ഇഷ്ടം പോലെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഉക്രൈനും ഇതുപോലെ തിരിച്ചടിക്കും. അതിപ്പോൾ നമ്മൾ സിനിമയിൽ കാണിക്കുന്ന പോലെ ഇപ്പോൾ മോഹൻലാലിനെ മറ്റേ വില്ലന്മാർ കൂടിയിട്ട് 4-5 ഇടിയൊക്കെ ഇടിക്കും, മോഹൻലാൽ തെറിച്ചങ്ങ് വീഴും. അത് കഴിഞ്ഞ് എണീറ്റ് വന്നിട്ട് ഈ 5 എണ്ണത്തെയും അവരുടെ അടുത്ത് നിൽക്കുന്നവരെയും കൂടെ തല്ലിയിട്ട് പുള്ളി പെർഫോം ചെയ്യും. അത് യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മിസൈലിട്ടു മറ്റേ ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. അത് തിരിച്ചടിക്കാനുള്ള ആരോഗ്യവർക്കുണ്ട് സെലൻസ്കിക്ക്. ബട്ട് ആ ആരോഗ്യത്തിൻ്റെ രഹസ്യം യൂറോപ്പും അമേരിക്കയുമാണ്. അവരൊന്ന് കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇവരുടെ കഥ, ഉക്രൈൻ്റെ കഥ കഴിയും. പക്ഷേ അവരത് വിടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ നിലനിർത്തുക എന്നുള്ളത് ഒരു ബഫർ സോണായിട്ട് ഉക്രൈൻ നിലനിർത്തേണ്ട ആവശ്യമാണ്. റഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഇടയ്ക്ക് വലിയൊരു സ്ഥലം ബഫർ സോണായിട്ട് കിടക്കണം. അല്ലെങ്കിൽ പിന്നെ അടുത്തത് ഉക്രൈൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ റഷ്യക്ക് പോളണ്ട് എടുക്കാനൊരു പ്രശ്നമില്ല. എന്തെങ്കിലും ന്യായം അതിനും പറയാം. USSR പണ്ട് ഹിറ്റ്ലറും സ്റ്റാലിനും കൂടെ കഷ്ണമായിട്ട് എടുത്തതാണ്, അതിലൊരു കഷ്ണം എൻ്റെയാണെന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ന്യായം എന്താ പറയാൻ പാടില്ലാത്ത യുദ്ധത്തിന്. അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് യൂറോപ്പിനും അറിയാം. അതുകൊണ്ട് വളരെ ദൂരെ വെച്ച് തന്നെ റഷ്യയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളൊരു തന്ത്രം യൂറോപ്പ് എടുക്കുന്നു. ഈ സെലൻസ്കിയുടെ അടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ സെലൻസ്കി പറയുന്നു, നിങ്ങൾ വിചാരിച്ചാൽ, ഇന്ത്യ വിചാരിച്ചാൽ ഈ യുദ്ധത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാം, ഒരു താൽക്കാലിക വെടിനിർത്തൽ. അപ്പോൾ ഒപ്പം തന്നെ പരിഹാരം എന്താ? ഇന്ത്യ വിചാരിച്ചാൽ പരിഹാരം ഉണ്ടാക്കാം. എന്താ പരിഹാരം? സെലൻസ്കി പറയുന്നത് നിങ്ങൾ പുടിനെ നിലയ്ക്ക് നിർത്തുന്നു. നിങ്ങൾ വലിയ രാജ്യമല്ലേ, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ അയാളുമായിട്ട്. അയാളോട് പറ മര്യാദയ്ക്ക് നിൽക്കാൻ പറ, ഇവിടെ ഇറക്കിയ സൈന്യത്തെ മുഴുവൻ തിരിച്ചു വിളിക്കാൻ പറ, ഇവിടെ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് മുഴുവൻ കോമ്പൻസേഷൻ തരാൻ പറ. അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നിങ്ങൾ വലിയ രാജ്യമാണെന്നല്ലേ പറയുന്നത്, അതൊന്ന് ചെയ്യ്. ഇതാണ് സെലൻസ്കി പറയുന്നത്. വാസ്തവത്തിൽ അതൊരു ഇൻസൾട്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെയാണ്. ഈ ഒരു രാജ്യത്തോട് പറയുമ്പോഴേ ആ സമാധാന ചർച്ചകളെ ഞാനും അംഗീകരിക്കുന്നു. ഭാരതത്തിന് സാധിക്കുമെങ്കിൽ ഈ റീജിയണിലൊരു പീസ് കൊണ്ടുവരാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റത് അടച്ചിട്ട മുറിയിൽ പറയാം. ചേട്ടൻ അവിടുത്തെ വലിയ ചേട്ടൻ്റെ ദോസ്തല്ലേ, പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കാം. പുറത്തത് പറയാൻ പാടില്ല. ബട്ട് അയാൾ പുറത്ത് തന്നെ പറഞ്ഞു. അത്
India is a big country, you have big influence, you must prevail upon Putin, ask him to stop the war and show him his place. ആ വാക്ക് വല്ലാത്തൊരു വാക്കാണ്, ഷോയിങ് ഹിം ഹിസ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നിലയ്ക്ക് നിൽക്കാൻ പറ, അവൻ നിൽക്കുന്നിടത്ത് അവൻ നിന്നാൽ മതി, വലിയ ആൾ കളിക്കണ്ടെന്ന് പറ. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയിൽ എങ്ങനെ സമാധാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സെലൻസ്കിയുടെ നിലപാട് ഒരുപക്ഷെ മനസ്സിലാക്കിയതിന് ശേഷമാകാം ഈ പ്രധാനമന്ത്രിയുമായി സെലൻസ്കി ഈ കീവിലെത്തിയിരുന്നു. കീവിൽ അവിടുത്തെ ഈ ആളുകൾ മരിച്ചതിൻ്റെ സ്മാരകങ്ങളിലൊക്കെ പോയി പുഷ്പം ഒക്കെ അർപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറത്തേക്ക് അന്ന് റഷ്യ യുദ്ധം നിർത്തുകയും ചെയ്തു. ഇതിന് തിരിച്ചടിയാണ് എന്ന് പറഞ്ഞിട്ട് കീവിലെ വീടുകൾക്ക് നേരെ തന്നെയാണ് ഈ 100 റോക്കറ്റ് ആക്രമണത്തിൽ റഷ്യ ലക്ഷ്യമിട്ട് വെച്ചത്. അപ്പോൾ റഷ്യ അതിന് കൃത്യമായ മറുപടി തന്നെയാണ് നൽകിയതാണോ? മോദി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇവർ തമ്മിൽ സമാധാനം വരുത്താനോ പിടിക്കാനോ ഒന്നുമല്ല. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയത് മുതൽ ഇത്രയും നാളായല്ലോ ഇപ്പോൾ. അപ്പോൾ ഇതിനിടയ്ക്ക് പൊതുവേ ഒരു ഇമ്പ്രഷൻ ഉണ്ടായി, ഇന്ത്യ റഷ്യയുടെ കൂടെയാണ്, തോഴനാണ്, ചിലരൊക്കെ വാലാണെന്ന് വരെ വിളിച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങിച്ചു, ഉക്രൈനെ നമ്മൾ സഹായിച്ചില്ല, അന്താരാഷ്ട്ര തലത്തിലും നമ്മൾ ഉക്രൈനെ ഒരു കോൾഡ് ഷോൾഡർ ചെയ്യുക എന്ന് പറയുമല്ലോ, അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ ഈ ഒരു ആരോപണം നിലനിൽക്കുന്നു നമുക്കെതിരെ. അതൊന്ന് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിലാദ്യം റഷ്യയെ ചെന്ന് കണ്ടിട്ടൊരു പക്ഷേ മോദി പുടിനോട് പറഞ്ഞു കാണും, അതേ ഞാൻ നിങ്ങളുടെ മറ്റേ ശത്രുവിനെ പോയി കാണുന്നുണ്ട്. അയ്യോ അതെങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, എനിക്കിതിനകത്ത് താല്പര്യമൊന്നുമില്ല, നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തു. ബട്ട് എൻ്റെ നിഷ്പക്ഷത മറ്റ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ സെലൻസ്കിയെ ചെന്ന് കാണണം, അതല്ലേ അതിൻ്റെ ന്യായം. എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നൊക്കെ പുടിൻ പറഞ്ഞു കാണും. എന്നാലും നേരെ പുടിൻ്റെ അവിടെ നിന്ന് നേരെ കീവിൽ പോവുകയല്ല മോദി ചെയ്തത്. മോദി തിരിച്ചു വന്നു, പോളണ്ടിൽ പോയി, പോളണ്ടിൽ നിന്ന് ഉക്രൈനിൽ പോയി. അപ്പോൾ പോളണ്ട് സന്ദർശിക്കലുമായി. അപ്പോൾ ഈ പോളണ്ട് നാറ്റോ സഖ്യത്തിലുള്ള രാജ്യമാണ്, യൂറോപ്പാണ്. അപ്പോൾ പോളണ്ടിൽ പോയി കഴിഞ്ഞാൽ ഐ ആം വിത്ത് യു എന്നുള്ള ഒരു സിഗ്നൽ പോകും. അത് കഴിഞ്ഞ് ഉക്രൈനിൽ പോകുമ്പോൾ ഈ കയ്പ് ഒന്ന് മാറിക്കിട്ടും. നമുക്ക് മറ്റ് രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും എൻ്റെ കൂട്ടുകാരാണ്. പുടിനെ ഞാൻ കെട്ടിപ്പിടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. സെലൻസ്കിയെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടില്ലേ? കണ്ടു. ഞാൻ പിന്നെ അവർ തമ്മിൽ സമാധാനം വരുത്താൻ ഞാൻ വിചാരിച്ചാൽ നടക്കില്ല, എന്നെ വിട്, ഞാൻ ജീവിച്ചോട്ടെ. ഇതാണ് മോദിയുടെ ലൈൻ. ഈ അന്താരാഷ്ട്ര തലത്തിൽ മോദി എപ്പോഴും നോക്കാറുള്ളത് നമ്മുടെ രാജ്യത്തെ കുഴപ്പത്തിലാക്കാതെ നോക്കുക. ഇതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ലോക സമാധാനം വല്ലവൻ്റെയൊക്കെ വഴക്കെടുത്ത് തലവെച്ച് നമുക്ക് ഭ്രാന്താണ്. നമുക്കിവിടെ നമ്മുടെ തന്നെ 110 വഴക്കുകൾ വേറെ കിടക്കുന്നു തീരാതെ. അപ്പോൾ മോദി ആകെ ചെയ്യുന്നത് എല്ലാവരെയും ഹാപ്പിയാക്കി നിർത്തുക, നമ്മുടെ കാര്യം കാണുക. എണ്ണയ്ക്ക് എണ്ണ, പിണ്ണാക്കിന് പിണ്ണാക്ക്, ആയുധത്തിന് ആയുധം, എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടണം. ആരുമായിട്ടും നമുക്ക് അനാവശ്യമായ പിണക്കമില്ല. അത് ബോധ്യപ്പെടുത്താനായിട്ട് പുള്ളി ഓരോ രാജ്യത്തും സന്ദർശിക്കുന്നു. ഒരു കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പുള്ളി G20 പോയി. പുള്ളി പോകാത്ത സ്ഥലമില്ല, വിളിച്ചു വരുത്താത്ത ആൾക്കാരുമില്ല. ഫ്രണ്ട്ലി വിത്ത് എവരിബഡി. എന്തിന്? ഭാരതത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ. ഉടക്കമുണ്ടാക്കാൻ പേടിയായിട്ടല്ല, പക്ഷെ നമുക്ക് നമ്മുടെ താല്പര്യം നോക്കണം, നമ്മളെ ആരോഗ്യം നോക്കണം. അതിനിടയ്ക്കാണ് ബംഗ്ലാദേശിലെ കച്ചറ നടക്കുന്നത്. അപ്പോൾ അവിടെയും ഒരു കണ്ണ് വേണം. ഇങ്ങനെ മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. ഇപ്പോൾ ഈ റഷ്യ 100 റോക്കറ്റ് ആക്രമണം നടത്തുന്നു, 100 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു. ഇതിലൂടെ ഈ ഉക്രൈൻ നൽകുന്ന സന്ദേശം എന്താ? ഞങ്ങൾ വഴക്ക് തീർത്തിട്ടില്ല, അത് തന്നെ സന്ദേശം. ഞങ്ങൾ മൊത്തം പിടിച്ചെടുക്കുമെന്നാണോ? അത് തന്നെയാണല്ലോ അവരുടെ ലക്ഷ്യം. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താ? ഉക്രൈൻ എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു ഭാഗമാക്കി മാറ്റുക. അവർ വിചാരിച്ചാലും കുറച്ച് താമസിച്ചു, ഇത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.